ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നന്ദൂട്ടനെ അനിയനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നന്ദൂട്ടൻ പറയേണ്ട, എടാ നവീൻ ചേട്ടനെ കുറിച്ച് എന്നോട് നീ കൂടുതലൊന്നും പറയണ്ട. നവീൻ ചേച്ചിയുടെ ക്ലാസ്മേറ്റ് അല്ലേ, നവീൻ ചേച്ചി 10ൽ പഠിക്കുമ്പോൾ ഞാൻ 5th എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെനിക്കറിയാലോ, എൻ്റെ മുത്തച്ഛനും നവീൻ്റെ മുത്തച്ഛനും ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ. ആ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ആ വീടുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നവീൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദോട്ട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ ഇതുവരെ നവീൻ ചേട്ടനെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയാനൊരു അവസരം വന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മുത്തച്ഛൻ കൊച്ചുമോനെ കേസ് ഏൽപ്പിച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദോട്ടൻ പറയുന്നുണ്ട്, നവീൻ ചേട്ടൻ്റെ മുത്തച്ഛൻ കേരളത്തിലെ നമ്പർ 1 അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പോൾ അനി പറയണ്ട, ആ നമ്പർ 1 വക്കീലാണ് അദ്ദേഹത്തെക്കാളും നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കൊച്ചുമോനെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയണ്ടേടാ, മുത്തച്ഛനാകുമ്പോൾ നവീൻ ചേട്ടൻ്റെ മുത്തച്ഛനാകുമ്പോൾ നമുക്കൊന്നും അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ നവീൻ ചേട്ടനാകുമ്പോൾ നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാമല്ലോ. നവ്യേച്ചിയായിട്ട് നയനേച്ചിയായിട്ട് നല്ല അടുപ്പം നവീൻ ചേട്ടൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അവനെന്തായാലും കേസൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുക, നമ്മളെയൊക്കെ മീറ്റ് ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ ഇവർ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡായിരിക്കലാണ് കേട്ടോ. അപ്പോൾ അതേ വന്ന് നിൽക്കണു, അമ്മയ്ക്കും അച്ഛനും കൂടി കാറിൽ വന്ന് നിൽക്കണു. അപ്പോൾ അനിയാണ് കേട്ടോ ആദ്യം കണ്ടത്. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്ദോട്ടൻ തിരിഞ്ഞു നോക്കണം കേട്ടോ. അപ്പോൾ അതേ അച്ഛനും മോളും കൂടി അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നന്ദോട്ടൻ്റെ മുഖമൊക്കെ ആകെ പോയി. അപ്പോൾ അനി പറയുന്നുണ്ട്, ശല്യങ്ങൾ എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അനാമിക രണ്ടുപേരും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണു നോക്കുന്നുണ്ട്. എന്നിട്ട് വേണു പറയുന്നുണ്ട്, ഒരു CI SI സാറിൻ്റെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക. അതിനിടയ്ക്ക് അയാളുടെ നെഞ്ചിൽ തീ കോരിയിടണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിട്ട് ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് താനാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, കോടതിയിൽ കേസ് നടക്കുക, അതിനിടയ്ക്ക് രണ്ടാളും കൂടി ഒരുപാട് ഷോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മുത്തശ്ശനെയൊക്കെ കോടതി കയറ്റണേ, ഇതങ്ങനെ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലയുടെ കൊച്ചനെ, നീ എൻ്റെ മോളെ തല്ലി, നിൻ്റെ മുത്തച്ഛൻ എന്നെ തല്ലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ തന്നെ വീട്ടിൽ കയറി തല്ലി, ലോക്കപ്പിലിട്ടും തല്ലി, അതെന്താ താൻ പറയാത്തത്? അപ്പോൾ അതിന് മറുപടി അനാമികയാണ് കേട്ടോ പറയണത്, എല്ലാം കൂടി ഒരുമിച്ച് തന്നോളാം, മുതലും പലിശയും ചേർത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നത്, അതിനിപ്പോൾ നാളത്തേക്ക് മാറ്റി വയ്ക്കണ്ട, ഇപ്പോൾ തന്നെ തന്നേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, അതെ എടി, ഇങ്ങനെയൊക്കെ സംഭവിച്ചാലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവനാണ് ഞാൻ. നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷം എനിക്ക് ശരിക്കും ഉറക്കം പോലും കിട്ടിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, ദൈവം സഹായിക്കുകയാണെങ്കിലേ ഇനിയിപ്പോൾ കുടുംബത്തോടെ ജയിലിൽ കിടന്നുറങ്ങാം. അപ്പോൾ അനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിലേ എനിക്ക് പലരും സ്ഥിരമായിട്ട് ഉറക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. താനും തൻ്റെ മോളൊന്നും പിന്നെ കോടതിയിൽ കേസ് പറയണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഈ ഭീഷണിയൊക്കെ ഒരുപാട് കേട്ടതാ, ഈ നിൽക്കുന്നത് SI ആണെന്നും അറിയാം. ഒരുപാട് മേലിൽ നൊന്ത് കഴിഞ്ഞാലേ പിന്നെ കൊള്ളണ തല്ലൊക്കെ തമാശയായിട്ട് തോന്നും. അതിനിപ്പോൾ ഞങ്ങളുടെ കേസിലൊക്കെ സംഭവിച്ചിരിക്കണേ. നിങ്ങൾക്ക് ഞങ്ങളെ തല്ലാം കൊല്ലാം, പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തിരിക്കും. അപ്പോൾ അനാമിക പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കുറിച്ചിട്ടോ, ഈ ജന്മം നിങ്ങൾ രണ്ടിനും ഒന്നിക്കാൻ പറ്റില്ല, ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അനി വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതിന് നിൻ്റെ സമ്മതം ആർക്ക് വേണടി? ഞങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണു അവിടെ നിൽക്കണ്ടല്ലോ. വേണു പറയുന്നുണ്ട്, നടക്കുമോടോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്ന് പറഞ്ഞിട്ട് വേണു ഒരു പുച്ഛഭാവത്തിൽ വണ്ടി കയറി പോയിട്ടോ. അപ്പോൾ പോയപ്പോൾ നന്ദൂട്ടനോട് അനി പറയുന്നുണ്ട്, ശല്യങ്ങൾ തല്ലായിരുന്നു വാങ്ങാൻ വേണ്ടി വന്നതാ, എന്നിട്ട് പിന്നെ അതുകൂടി ചേർത്തിട്ട് കോടതിയിൽ പറയാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട്, ഈ കേസൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ ഇനി, എന്നിട്ട് നമുക്ക് എല്ലാം കൂടി കൊടുത്തിട്ട് ഒരു അങ്ങോട്ട് ചേർത്താം. പിന്നെ കാണിക്കുന്നത് നമ്മൾ നന്ദൂട്ടൻ സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ് കേട്ടോ. സ്റ്റേഷനിലേക്ക് എത്തി ഞാൻ CIയുടെ മുമ്പിൽ പോയി സല്യൂട്ടൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നന്ദു എത്തിയോ, എനിക്കേ പ്രായമായ അമ്മേനെ കൂടി കേസിൽ കുടിക്കൽ വലിയ വിഷമമുണ്ട്, അതുകൊണ്ട് അനന്തപുരിക്കാരെ എങ്ങനെയെങ്കിലും കേസ് ചെയ്യിക്കണമെന്നാ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. പിന്നെ കുടുംബത്തിലൊരു തലതിരിഞ്ഞെടുത്തനുണ്ടായിപ്പോൾ എന്ത് ചെയ്യും നന്ദു എന്ന് ചോദിക്കുന്നുണ്ട്. നന്ദുട്ടനെ കലി വന്നിട്ട് നിൽക്കണേ. അപ്പോൾ CI പറയണ, അനിയുണ്ടല്ലോ, അവൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അവൻ ആ പെണ്ണിൻ്റെ കാരണത്ത് തല്ലാൻ പോയതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അന്ന് എന്തോ ഒരു ഭാഗ്യത്തിനാണ് അവന് ജാമ്യം കിട്ടിയത്, അല്ലെങ്കിൽ അവനിപ്പോൾ ജയിലിൽ കിടന്നേനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ ജയിലിൽ കിടക്കേണ്ടവരല്ല സാർ അവരാരും, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു നല്ല കുടുംബം കാണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അതെ അതിലെനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല, അതുകൊണ്ടാണല്ലോ മൂർത്തി സാറിനും കുടുംബത്തിന് ഇത്ര പേരും പെരുമയൊക്കെ ഉണ്ടായത്. അവരുടെ ജ്വല്ലറിയിൽ നിന്ന് ആർക്കും സ്വർണം വിശ്വസിച്ച് വാങ്ങാം, അപ്പോൾ പിന്നെ അവരുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ അവരെ മാറ്റി നിർത്താനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ രക്ഷപ്പെടണമെന്ന്. പക്ഷേ അപ്പോഴാ അനിയുടെ പ്രവൃത്തി ഉണ്ടല്ലോ, അത് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട്, എനിക്ക് ന്യായീകരിക്കാൻ പറ്റും, അത്രയ്ക്കും ചീപ്പാണ് ആ അമ്മയുടെ സ്വഭാവം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിക്ക് അത് പിടിച്ചിട്ടില്ല, സച്ചിനെ കണ്ണൂട്ടി നോക്കണം കേട്ടോ. എന്താ പറയുക, അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം അത്രയും പറയണ്ട, അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടി അവളുടെ വീട്ടിൽ കയറി തല്ലിയിട്ടുള്ളതാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവർ പറയുന്നതൊക്കെ ശരിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. 100% ശരിയാണ്, ഇനിയും ചിലപ്പോൾ തല്ലിയെന്നിരിക്കും, അത്രയ്ക്കാണ് ഒരു നല്ല കുടുംബത്തെ അവർ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ, നന്ദു വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്, ഇതൊക്കെ പുറത്തിറങ്ങിയാൽ നമ്മുടെ ജോലി പോകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നത്, ജോലിയല്ല സാർ എനിക്ക് പ്രധാനം, നമ്മളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്, അതിനെതിരായിട്ട് ആര് പ്രവർത്തിച്ചാലും ഞാൻ പ്രതികരിക്കും. ഈ കേസും കോടതിയൊക്കെ ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് വേണുവിനും കുടുംബത്തിൽ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് നന്ദൂട്ടെ. എന്നിട്ട് ദേഷ്യം വന്നൊരു സെലോട്ട് അടിച്ചൊരു ഒറ്റപ്പോക്ക്.
അങ്ങനെ നന്ദുട്ടൻ പോയപ്പോൾ സി ഐ അങ്ങനെ മനസ്സിൽ പറയണ്ടിട്ട് ഇവളുടെ മനസ്സിൽ അവനിപ്പോഴും പച്ച പിടിച്ച് നിൽക്കാന്നാണ് തോന്നണത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ. അപ്പോൾ നമ്മുടെ നന്ദുട്ടൻ അങ്ങോട്ട് പോയി താപ്പിൽ സക്കറിയ വന്നിട്ട് കേട്ടോ, പാരസക്കറിയ. എന്നിട്ട് വന്നിട്ട് സച്ചിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കണ്ടേ, സാറേ എന്താ സാറേ മേഡം പറഞ്ഞിട്ട് പോയത്? അപ്പോൾ സച്ചി പറയുന്നുണ്ട് അവളിപ്പോൾ ആ മൂർത്തിനെയും കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സക്കറി പറഞ്ഞു അത് പിന്നെ അങ്ങനെയാണല്ലോ, സാറായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചെങ്കിലും മേഡത്തിൻ്റെ മനസ്സൊന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ആനി എന്ന് പറയണവൻ ജയിലിൽ കിടക്കണോ, കൂടെ മൂർത്തി ഉണ്ടല്ലോ അയാളും പോകണം. അയാൾ അതുപോലെ ഇവിടെ വന്നിട്ട് എന്നെ അധിക്ഷേപിച്ചത്. കുറച്ച് നാളങ്ങ് ജയിലിൽ കിടക്കട്ടെ, അതോടെ അയാളുടെ ഇമേജൊക്കെ പൊക്കോളും, അയാളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. അപ്പോൾ സക്കറിയ പറയണം തല തിരിഞ്ഞ കുറേ സന്താനങ്ങൾ ജനിച്ച് ഇതൊക്കെ വേണ്ടി വരും സാറേ. അതുപോലെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ് ട്രാൻസ്ഫർ വാങ്ങി ഏതെങ്കിലും ഒരു സ്റ്റേഷനിലേക്ക് പൊക്കോണം, എപ്പോഴും കാണാനുള്ള അകലത്തിൽ SIMയുടെ വനി നിൽക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CA പറയുന്നുണ്ട് കല്യാണത്തിനൊന്നും നിൽക്കണ്ട, എൻഗേജ്മെൻ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ പീടിയൊന്നും മുറുക്കിക്കോളാം. അപ്പോൾ സക്കറിക്ക് കിട്ടാളത്ത് കിട്ടിയില്ല. അപ്പോൾ സക്കറിയ സാറെന്നും പറഞ്ഞിട്ട് സല്യൂട്ട് അടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അഡ്വക്കേറ്റ് നവീൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ നവീൻ എന്തോ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുമസ്തയെ കൊടുത്തിട്ട് കാപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഉറക്കം വരാതിരിക്കാൻ ഇത് കുടിച്ചോ, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവീൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കണ്ടേ, അപ്പോഴേക്കും മുത്തച്ഛൻ വന്നപ്പോൾ ഗുമസ്ത വാക്ക് മാറ്റിയിട്ടാ അതിനുള്ള ഉത്തരവൊക്കെ മുത്തച്ഛൻ പറഞ്ഞുതരും എന്നായിട്ടാ. അപ്പോൾ മുത്തച്ഛൻ അടുത്ത് വന്നിട്ട് ഗുമസ്തൻ്റെ തൊഴിൽ തട്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതല്ലല്ലോ നീ പറയാൻ വന്നത്, നീ തന്നെ പറഞ്ഞു കൊടുക്ക്, കുറേ നാൾ എൻ്റെ കൂടെ നിന്നതല്ലേ, അപ്പോൾ സംശയങ്ങളൊക്കെ മാറ്റി കൊടുക്കാനുള്ള അറിവൊക്കെ തനിക്കുണ്ടായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. അയ്യോ അതല്ല ഞാൻ പറയാൻ വന്നത്, അല്ല സാറിൻ്റെ സംശയങ്ങളൊക്കെ സാറ് മാറ്റി കൊടുക്കുന്ന ഞാൻ പറയാൻ വന്നത്. അപ്പം മുത്തച്ഛൻ പറയുന്നത് നവീൻ്റെ അടുത്തിട്ട് അതെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് വേണം, നിനക്ക് ആരുടെയും സഹായം ഇല്ലാതെ കേസ് ജയിക്കാന്നുള്ള വാശിയുണ്ടെങ്കിലേ അത് നല്ലതല്ല. നവീൻ ചോദിക്കണ്ട കേട്ടോ, എന്തെങ്കിലും സംശയം ഞാൻ ചോദിക്കില്ലേ മുത്തച്ഛ എന്ന് പറയുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാനും മൂർത്തിയും തമ്മിലുള്ള ബന്ധം മോനറിയാലോ, ഈ കേസ് തോറ്റു കഴിഞ്ഞാൽ ഞാൻ മരിക്കണേന് തുല്യ. എന്നിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അനി പൊതു സ്ഥലത്ത് വെച്ചിട്ടാണ് അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കവളത്ത് തല്ലിയത്, അത് കേസായതുമാണ്. നന്ദു ആ കേസ് അന്വേഷിക്കുന്ന SI ആയിട്ട് കൂടി കടുപ്പിച്ച് തന്നെയാണ് FIR ഇട്ടിരിക്കുന്നത്. അപ്പം നവീൻ പറയണ്ട അത് തലവേദനയാണ്, അതിൻ്റെ കൂടെ മൂർത്തി സാറ് പോയിട്ട് ആ വക്കീലിൻ്റെ മുന്നിൽ വെച്ച് അയാളുടെ അനാമികയുടെ അച്ഛനെ കരണത്തടിച്ചു. അപ്പോൾ ഗുമസ്തൻ പറയുന്നുണ്ട് കേട്ടോ, അതിപ്പോൾ മോശം സമയമാകുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് അതെന്ന് വെച്ചിട്ട് മോശം സമയത്ത് മൂർത്തിക്ക് കുടുംബത്തിനാണ് മോശം സമയം വരെ നമ്മൾ സമ്മതിക്കാൻ പാടില്ലല്ലോ, അല്ലെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ, അന്ന് മുതൽക്കുള്ള ബന്ധം, ഞങ്ങൾ പരസ്പരം ഞങ്ങൾ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ കണ്ടവരാ. മൂർത്തിയെ പോലെ നല്ലൊരു സുഹൃത്തിനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല, കൂടെപ്പിറപ്പുകൾ പോലും. അപ്പം നവീൻ പറയണ്ടോ, നിങ്ങൾ തമ്മിലെ ബന്ധത്തെക്കുറിച്ച് എന്നോട് പറയേണ്ട മുത്തച്ഛ, അതറിഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ എല്ലാ കേസുകളും ഞാൻ ജൂനിയേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഈ കേസിന് വേണ്ടി മാത്രം ഞാൻ ഇരിക്കുന്നത്. ഈ കേസ് എനിക്ക് ജയിച്ചേ പറ്റൂ. അതിന് സാധ്യത കുറവുള്ള കേസാണ്, പക്ഷേ അവിടെ അനുകൂല വിധി വാങ്ങിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നത്. അപ്പോൾ നവീൻ്റെ മുത്തച്ഛൻ പറയുന്നുണ്ട് മൂർത്തിൻ്റെ ഭാര്യ ഈ കേസിൽ പ്രതിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നവീൻ തലയിട്ടാട്ടുണ്ട്, അങ്ങനെ ഒരു കുടുംബത്തെ ഉപദ്രവിച്ചവർ ഒരിക്കലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടരുത്, നന്ദകുമാർ എതിർപക്ഷത്ത് നിൽക്കണമെന്നാണ് കൂടുതൽ വെല്ലുവിളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നവീൻ ഇങ്ങനെ തലയിട്ടാട്ടുണ്ട്, പെൺകുട്ടിക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നാൽ കോടികൾ കൊടുക്കേണ്ടി വരുന്ന അയാൾക്കറിയാം, അതിൻ്റെ 25% അയാളുടെ വക്കീൽ ഫീസ്. അതിൽ കണ്ണു നട്ട് അയാൾ ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കണേ, അല്ലെങ്കിൽ അനന്തമൂർത്തിക്കെതിരെ ഉള്ളൊരു കേസൊന്നും അയാൾ എടുക്കില്ല. അപ്പം അയാൾക്ക് വാശി കാണും ഈ കേസ് ജയിക്കാൻ, ഞാനായിരിക്കും കോടതിയിൽ വരുന്നതായിരിക്കും അയാൾ വിജയിച്ചു വെച്ചിരിക്കുന്നത്. നീയാണെന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് നിസ്സാരമാണെന്നുള്ള ചിന്തയും കാണും, അവിടെയാണ് നീ ഉയർത്തേ നിൽക്കേണ്ടത്. ഇതുവരെ നീ വാദിച്ച കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ്, ഏറ്റവും കോംപ്ലിക്കേഷൻ പിടിച്ച കേസാണിത്, എന്നാൽ പരാജയം പെടാൻ പാടില്ലാത്തൊരു കേസും. ആ ബോധത്തോട് കൂടിയിട്ട് വേണം കോടതിയിലേക്ക് പോകാൻ എന്നും പറഞ്ഞിട്ട് മുത്തച്ഛൻ പോയിട്ടോ. അപ്പം നവീൻ ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പം നമ്മുടെ ഗുമസ്തൻ ചോദിക്കുന്നുണ്ട്, കേട്ടല്ലോ പറഞ്ഞത്, ഇതേവരെ സാറിൻ്റെ മുത്തച്ഛൻ സാറിൻ്റെ മുമ്പിൽ വന്നത് ഇങ്ങനെ വർത്താനം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, അവസാനം നാണം കേട്ടിട്ട് തിരിച്ച് വെളുത്ത് വരേണ്ടി വരരുത്. അപ്പം നവീൻ ഇങ്ങനെ തലയിട്ടായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അല്ല നാളെ മൂർത്തി സാറിൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഗുമസ്തൻ. അപ്പം പറയും പോകുമ്പോഴേ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗുമസ്തൻ പറയുന്നുണ്ട്, അല്ല ഈ കേസൊക്കെ ജയിച്ചിട്ട് വേണം നമുക്കൊരു പെണ്ണ് കെട്ടാൻ. അല്ല അമ്മ കുറേ നാളായിട്ട് നിർബന്ധിക്കുന്നതാണല്ലോ, അപ്പം അതും കൂടി നമുക്കൊന്ന് നടത്തി കൊടുക്കാം, അപ്പോൾ പിന്നെ ഈ വീട്ടിലെ വഴക്കും തീരുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നവീൻ പറയുന്നുണ്ട് ഗുമസ്തൻ്റെ അടുത്ത്, അതെ ആദ്യം പോയിട്ട് നിങ്ങളൊരു പെണ്ണ് കെട്ട്, അത് പറ്റിയ പെണ്ണിനും ഇതുവരെ കണ്ടിട്ടില്ലേ നീ, ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ സാറ് പോയിട്ട് കേസ് പഠിക്കുക, ഞാനിവിടെ ഉറങ്ങാതെ കാവലിരിക്കുക. അപ്പം നവീൻ ഇങ്ങനെ ചായം കുടിച്ചിട്ട് ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരിയിലൊരു ചർച്ചയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തച്ഛൻ നമുക്ക് ധൈര്യം തരുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവൾ ഒരിക്കലും മുത്തച്ഛൻ അമ്മേനെ കൂടി പ്രതിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം നയന പറയുന്നുണ്ട് കേട്ടോ, ആദ്യ കോടതി കഴിയുമ്പോൾ തന്നെ നമ്മൾ നീക്കുപോക്കിന് തയ്യാറാവുന്ന അനാമികയുള്ള അച്ഛനൊക്കെ കരുതി വെച്ചിരിക്കണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറഞ്ഞു, അതേ അത് അവളുടെ അച്ഛനും അവൾക്കൊക്കെ വിവരമില്ലാത്തതുകൊണ്ട് തോന്നുക,
ഇനി എന്തായാലും മുത്തച്ഛൻ കീഴടങ്ങി കൊടുക്കാൻ പോകണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് അനി വരുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ കാരണം ഇവിടെ എല്ലാവരും വേദനിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ, നീ അനാമിക പോലെ പെൺകുട്ടീനെ ഇവിടെ വന്ന് പരിചയപ്പെടുത്തിയാലും കല്യാണം കഴിച്ചാലും ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് അവൾ എന്നേക്കായിട്ട് വീട്ടിൽ നിന്ന് പോയില്ലോ, നിനക്ക് അവളെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട് ശല്യം തീർന്നിട്ടില്ല, തീരണമെങ്കിൽ ഈ കേസ് നമ്മൾ ജയിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവേനി പറയുന്നുണ്ട് നവീൻ എങ്ങനെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ ആലോചിക്കണേ. അപ്പോൾ നയന പറയുന്നുണ്ട് നവീൻ മിടുക്കനമ്മേ, അതുകൊണ്ട് അവൻ്റെ മുത്തച്ഛൻ അവനെ തന്നെ കേസ് ഏൽപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് അവൻ്റെ പ്രകടനങ്ങൾ കോടതിയിൽ മോശമില്ല എന്ന് എല്ലാവരും പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്ന സമയത്ത് നവീൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ആളെ എത്തിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും എന്നിട്ട് എൻ്റെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവേനെ ചോദിക്കുന്നുണ്ട് നവീനെ മോനെ കേസ് നമ്മൾ ജയിക്കില്ലേ? അപ്പോൾ നവീൻ പറഞ്ഞിട്ട് കേട്ടോ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വക്കീലന്മാരും കേസ് ഏറ്റെടുക്കുന്നത്. ഇവിടെ പിന്നെ എനിക്കിതൊരു സാധാരണ കേസല്ല, ജയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുത്തച്ഛൻ എന്നെ ഈ കേസ് ഏൽപ്പിച്ചത്. അപ്പോൾ പിന്നെ ഈ കേസ് തോറ്റാ വക്കീലിൻ്റെ കോട്ടിയുടെ മുത്തച്ഛൻ എന്നെ സമ്മതിക്കില്ല. കോടതിയിലേക്ക് പോകുമ്പോൾ പൊരുതി തോറ്റാലും കുഴപ്പമില്ല എന്നല്ല മുത്തച്ഛൻ എന്നോട് പറയാറ്. പൊരുതി കഴിഞ്ഞാൽ ജയിക്കണം എന്നാ, അങ്ങനെ ഒരു ചരിത്രമുള്ള മുത്തച്ഛൻ്റെ കൊച്ചുമോനാണ് ഞാൻ, അതുകൊണ്ട് തോൽക്കാൻ എനിക്ക് ഇത്തിരി പാടാ ആൻറ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡാനി നിൻ്റെ മുത്തച്ഛനെ എന്നെ വിളിച്ചിരുന്നു, എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു. മുത്തച്ഛൻ മുകളിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നവീൻ പോയി. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നവീൻ കോൺഫിഡൻറ്റാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് കുറച്ച് അനുകൂലമായിട്ടാണ് കോടതി വിധി ഉണ്ടാവാറ്, അതെനിക്കൊരു പേടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദർശ് പറയും അമ്മ ആ കാലമൊക്കെ പോയി, ഇപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ തന്നെ കോടതിക്കും പോലീസിനൊക്കെ അറിയാം എന്തുണ്ടായെന്ന്. പിന്നെ അനന്തപുരി തറവാടിനെയും മൂർത്തി ജ്വല്ലറിനെയും കുറിച്ച് അറിയാത്ത ഒരു ജഡ്ജിമാർ പോലും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട് എന്നാലും സോഷ്യൽ മീഡിയ കൂടെ അനാമിക നമ്മളെ കുറേ നാണം കെടുത്തിയതാ. അപ്പം നയന പറയുന്നുണ്ട് കേട്ടോ അതിനുള്ള മറുപടി ആയിരിക്കും കോടതിയിൽ അവൾക്കും അവളുടെ വീട്ടുകാർക്കും കിട്ടാൻ പോണത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി വേണ്ടി നിൽക്കണ്ടേ. അപ്പോൾ നവീൻ മുത്തച്ഛൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നവീൻ ഇങ്ങനെ ചായ കുടിച്ചിരിക്കണ ഇടയ്ക്ക് മുത്തശ്ശിയെ നോക്കണ്ട കേട്ടോ. മുത്തശ്ശി അങ്ങനെ ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കണേ. അപ്പോൾ ചോദിക്കുന്നത് മുത്തശ്ശിക്ക് പേടിയുണ്ട് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് പിള്ളേരാരും അറിയണ്ട, കോടതിയിലൊന്നും ഇതുവരെ കയറിയിട്ടില്ല മോനെ, അതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. മുത്തശ്ശി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. ഈ കോടതിയിലുള്ളവരൊക്കെ മനുഷ്യനാ മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറഞ്ഞു അതൊക്കെ ശരിയാ, ഉള്ളത് പറയാലോ മോനെ, പോലീസ് സ്റ്റേഷൻ കോടതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി തന്നെയാണ്. നിങ്ങൾ വക്കീലന്മാർക്ക് അതില്ലായിരിക്കും, പക്ഷേ വീട്ടിൽ കഴിച്ചുകൂടുന്ന അമ്മമാർക്ക് ഇതൊക്കെ പറഞ്ഞൊരു പേടിയാണ്. അപ്പം നവീൻ പറയണ്ട കേട്ടോ മുത്തശ്ശിയോട് ഞാൻ ഈ പറയാൻ പോണതൊക്കെ മുത്തശ്ശി ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിയെ നോക്കിയിരിക്കണ്ടേ ഈ കോടതിയിൽ അനിയെ പോലെ തന്നെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ പോണത് മുത്തശ്ശിയായിരിക്കും. അപ്പോൾ മുത്തശ്ശി ഞെട്ടിയിട്ട് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ അത് വേറൊന്നും കൊണ്ടല്ല, മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞാലേ മുത്തശ്ശിക്ക് വേദനിച്ചാലേ മുത്തച്ഛൻ കോംപ്രമൈസിന് തയ്യാറാവുള്ളൂ എന്ന് എതിർഭാഗം വക്കീലിനറിയാം. ഈ നന്ദഗോപൻ എന്ന് പറഞ്ഞ വക്കീലെ എല്ലാ തരികടയ്ക്കും കൂട്ടി നിൽക്കണ ആളാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മുത്തശ്ശി അനാമികനെ ടോർച്ചർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും അതിനെ എതിർക്കണം. എൻ്റെ പറയുന്നത് മനസ്സിലാവുണ്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പേടിച്ചിട്ട് എൻ്റെ തലയിലാടുണ്ട്. അപ്പോൾ പറയും ചിലപ്പോൾ അനന്തപുരിയിലെ മരുമകളെ മുത്തശ്ശി തല്ലിയെന്നും കൊല്ലാൻ ശ്രമിച്ചു എന്നും ഒക്കെ പറയും. അപ്പോഴും മുത്തശ്ശി ഞെട്ടുകയാണ് കേട്ടോ. പക്ഷേ അതൊക്കെ ശക്തമായിട്ട് തന്നെ മുത്തശ്ശി എതിർക്കണം, നിഷേധിക്കണം. മനസ്സിലാവുന്നുണ്ടോ പറയണത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി മെല്ലെ ഇങ്ങനെ തലയിട്ടാട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് മുത്തശ്ശി വിളിക്കാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞു തരാം എന്ന് പറയണ്ടിട്ടാ. എന്നിട്ട് പറയുന്നുണ്ട് കോടതിയിൽ ഈ മുത്തശ്ശൻ ഇരിക്കണ പോലെ പയർ പോലെ നിൽക്കണം. അപ്പം മൂർത്തി മുത്തശ്ശൻ ഭയങ്കര ശരിയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നവീൻ പറയുന്നുണ്ട് എനിക്ക് കേസ് തോൽക്കാൻ പറ്റില്ല മുത്തശ്ശി, അങ്ങനെ തോറ്റു കഴിഞ്ഞാലേ ഞാനും എൻ്റെ മുത്തശ്ശനും തമ്മിലെ ടേംസ് അങ്ങ് തെറ്റും. എൻ്റെ ഗുരു എൻ്റെ മുത്തശ്ശനാ, അപ്പോൾ മുത്തശ്ശനൊരു കേസ് എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ഗുരുദക്ഷിണ, അതായത് ഒരു കേസിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് ജയിച്ചേ പറ്റൂ, അങ്ങനെ എനിക്ക് ഗുരുദക്ഷിണ കൊടുത്തേ പറ്റൂ. ടെൻഷനൊക്കെ മാറ്റി നല്ല ഉഷാറായിട്ടിരിക്കും മുത്തശ്ശി, ഞാനില്ലേ കൂടെ, ആദർശിനും അനിയനും പോലെയൊക്കെ തന്നെയല്ലേ മുത്തശ്ശിക്ക് ഞാനും. അപ്പോൾ പിന്നെ ഇതെൻ്റെ സ്വന്തം കേസല്ലേ, അപ്പോൾ ശരി മുത്തശ്ശ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. അങ്ങനെ നവീൻ എനിക്ക് പോയിട്ടോ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നു മുത്തശ്ശിയുടെ അടുത്ത് ഇപ്പോൾ ഭയം ചെറുതായിട്ട് മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഒട്ടും മാറിയിട്ടില്ല, നല്ല നെഞ്ചിരിപ്പുണ്ട്. അപ്പം മുത്തശ്ശി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നത് എന്ന് വെച്ചിട്ട് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നൊന്നും ആ ദുഷ്ട ജന്തുക്കളോട് പോയി പറയരുത്, എൻ്റെ നെഞ്ചിരിപ്പ് എന്നെ ഓർത്തിട്ടല്ല അനി ഓർത്തിട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിൻ്റെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് അനിയനെയും നന്ദുവിനെയും കൂടി ഒന്നിപ്പിക്കേണ്ടതാ. അപ്പോഴേക്കും ഇത് കേട്ട് ആദർശ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവരുടെ അടുത്ത്. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പത്രമാറ്റ് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരെ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ ബൈ.